നിങ്ങളെ മിക്കവരും പറ്റിച്ചോണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്നറിയോ? നാട്ടിലെ പല ഏജൻസിക്കാരും ചെയ്യണ വേറൊരു തട്ടിപ്പാണ്. ഇവന്മാർക്ക് ആർക്കും നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗിന് സീറ്റ് റെഡിയാക്കി കൊടുക്കാനോ, പോട്ടെ വേറെ ഏത് ഹൗസ് ബിൽഡിംഗിനായാലും സീറ്റ് റെഡിയാക്കി കൊടുക്കാനോ, നഴ്സിന് ഒരു ജോലി റെഡിയാക്കി കൊടുക്കാനോ, വേറെ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്ത് കൊടുക്കാനോ ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണെന്നല്ലേ, ജർമ്മനിയിൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന പിള്ളേര്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്ന പിള്ളേര്, അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യണ പിള്ളേര്, മലയാളീസ്, ഏജൻസി എടുത്തുന്ന മലയാളീസ്, ഇവരെ വെച്ചുകൊണ്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കണം. ഇവന്മാരെ എന്നിട്ടുണ്ടല്ലോ നാട്ടിലെ ഏജൻസിക്കാർ നിങ്ങളുടെ ഒരു 3-5 ലക്ഷം രൂപ അങ്ങോട്ട് വാങ്ങും. സീറ്റ് ഇഷ്ടം പോലെയുണ്ട്, ഇപ്പം റെഡിയാക്കി തരാന്ന് പറയും. എന്നിട്ട് ഇവിടെയുള്ള പിള്ളേർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ഏജൻസിക്കാർക്ക് B2B കൊളാബറേഷൻ ചെയ്യും. അതായത് ഇവർക്ക് ഒരു 50,000 രൂപ, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കും ഒരു സീറ്റ് റെഡിയാക്കി തന്നെ. അത്രേ ഉള്ളൂ. ഈ നാട്ടിലെ ഏജൻസിക്കാർ ഇവിടെയുള്ള പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് B2B ചെയ്യുന്നുണ്ടല്ലോ. ചില ഏജൻസിക്കാർക്ക്, ഇവിടെയുള്ള ഏജൻസിക്കാർക്ക് ടൈപ്പ് ഒക്കെ ഉണ്ട്. ചില കെയർ റൂമിൽ, ഹോസ്പിറ്റലിലൊക്കെ ചില പിള്ളേർക്ക് കൊടുക്കും. ഈ പിള്ളേർക്കൊന്നും ടൈപ്പ് ഒന്നുമില്ല. ഇവർ ജസ്റ്റ് ഇങ്ങനെ മെയിലൊക്കെ അയച്ച്, അല്ലെങ്കിൽ ഇവർ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിലോ കെയർ റൂമിലൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ഒരു സീറ്റ് റെഡിയാക്കി കൊടുക്കണേ. പിന്നെ ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിന്റെ കാര്യത്തിലൊക്കെ ഒരു ലിമിറ്റ് ഒക്കെ ഉണ്ട്. അതായത് ഒരു ഇൻടേക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കെയർ റൂമിലേക്ക്, ഒരു വാർഡിലേക്കൊക്കെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് 2, 3, 4 വരെയൊക്കെ മാക്സിമം എടുത്തു. ഇവിടുത്തെ മലയാളി ഏജൻസിക്കാർക്കാണെങ്കിലും ചുരുക്കം ചില ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ കെയർ ഹോംസ് ആയിട്ടൊക്കെ ടൈപ്പ് ഒക്കെ ഉള്ളൂ. പിന്നെ പിള്ളേരുടെ കേസ് ഒന്നും പറയാൻ വേണ്ട. ഇവർ വർക്ക് ചെയ്യുന്നിടത്ത് ഒരു 2-3 വരെ സജസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സ് ആണെന്നവർ കയറ്റാൻ പറ്റിയ കയറ്റി, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതും കണ്ട് നാട്ടിലെ ഏജൻസിക്കാർ നിങ്ങളിൽ നിന്ന് നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വട്ടോട്ട് കിടക്കും. എന്നിട്ട് അവർ പറയും നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ റെഡിയാക്കി തരാം, നിങ്ങളുടെ മോട്ടിവേഷൻ ശരിയല്ല, CV റെഡിയല്ല, അത് ഇത് തേങ്ങ ചക്ക വാങ്ങാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വട്ടോട്ട് കറക്കി നിങ്ങളെ കുറച്ച് നാളോട്ട് ഓടിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കളയുമ്പോൾ റീഫണ്ട് ചോദിക്കുമ്പോൾ അവർ പറയും പ്രോസസിംഗ് ഫീസാന്ന് പറഞ്ഞ് ആ കെട്ടിയ എമൗണ്ട് കൂടി വാങ്ങും. അതൊന്നും തിരിച്ചു കിട്ടാൻ പോലില്ല. അപ്പോൾ നിങ്ങൾ ഏജൻസി ചൂസ് ചെയ്യാൻ പറ്റില്ല, നോക്കിയും കണ്ടും ചൂസ് ചെയ്തോ, അല്ലെങ്കിൽ നല്ലൊരു പണി നിങ്ങൾക്ക് കിട്ടും. ഇതേപോലെ ഉഡായിപ്പുള്ള അറിയുന്നുണ്ടല്ലോ, ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ടോ.